നമസ്കാരം. മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം. 2026 വ്യാഴമാറ്റം, മകരം രാശി, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരരാശിയിൽ ജനിച്ച ജാതകർക്ക് 3ാം ഭാവാധിപനും 12ാം ഭാവാധിപനുമായ വ്യാഴം 2026 ഗോചരപ്രകാരം അനിഷ്ടസ്ഥാനമായ 6ാം ഭാവത്തിൽ നിന്ന് ശുഭസ്ഥാനമായ 7ാം ഭാവത്തിലേക്ക് കർക്കിടകം രാശി ഉച്ചസ്ഥിതിയിൽ പ്രവേശിക്കുന്നു. 7ാം ഭാവത്തിൽ പരമോച്ച ബലത്തോടെ നിലകൊള്ളുന്ന വ്യാഴം അവിടെ നിന്ന് ജന്മരാശിയിലേക്ക് 3, 11 ഭാവങ്ങളിലേക്ക് അമൃതദൃഷ്ടി പതിപ്പിക്കുന്നത് അതീവ ഭാഗ്യകരമായ കാലഘട്ടത്തിന് വഴിതെളിക്കും. ജന്മരാശിക്ക് 3ാം ഭാവത്തിൽ ശനി അനുകൂലനായി സഞ്ചരിക്കുന്നതിനൊപ്പം വ്യാഴത്തിന്റെ ഈ ശുഭ സംക്രമണം കൂടി ഭവിക്കുന്നതിനാൽ ഇരട്ടി മധുരമുള്ള ഫലങ്ങളാണ് ജാതകർക്ക് ലഭിക്കുക. ദീർഘനാളായി അലട്ടിക്കൊണ്ടിരുന്ന പ്രതിസന്ധികളും തടസ്സങ്ങളും മാറി കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ വിജയകരമായി ചെയ്തു തീർക്കാൻ സാധിക്കും. സ്വന്തം കാര്യങ്ങൾ മറ്റുള്ളവരുടെ സഹായമില്ലാതെ പരാശ്രയമുക്തമായി പൂർത്തീകരിക്കാൻ തക്കവണ്ണം ഊർജ്ജസ്വലതയും കാര്യശേഷിയും കൈവരും. പൊതുവെ ദൈവാധീനവും പ്രശസ്തിയും വർദ്ധിക്കുന്ന ഈ കാലയളവിൽ എപ്പോഴും സക്രിയരായി നിലകൊള്ളാൻ ജാതകർക്ക് സാധിക്കുന്നതാണ്. സാമാന്യ ഫലം. ഗ്രഹനില. 7ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ പരമോച്ച ബലവും ജന്മരാശിയിലേക്കുള്ള അമൃതദൃഷ്ടിയും കരിയറിലും വ്യക്തി ജീവിതത്തിലും വലിയ കുതിച്ചുചാട്ടങ്ങൾക്ക് വഴിതെളിക്കും. ശനി 3ാം ഭാവത്തിൽ അനുകൂലനായി നിൽക്കുന്നതും വ്യാഴത്തിന്റെ ഈ ശുഭമാറ്റവും ഒത്തുചേരുന്നതിനാൽ പ്രതിസന്ധികൾ പൂർണ്ണമായി ഒഴിഞ്ഞുമാറും. പരാശ്രയമില്ലാതെ സ്വന്തം ലക്ഷ്യങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കാനും സമൂഹത്തിൽ പ്രശസ്തിയും ആദരവും പിടിച്ചുപറ്റാനും ജാതകർക്ക് സാധിക്കും. തൊഴിലും ധനസ്ഥിതിയും. തൊഴിൽപരമായും സാമ്പത്തികമായും അഭൂതപൂർവമായ വലിയ വളർച്ചയും നേട്ടങ്ങളുമാണ് ഈ രാശിമാറ്റത്തിലൂടെ കൈവരുന്നത്. വളരെ കാലമായി മറ്റുള്ളവരിൽ നിന്നും കിട്ടാനുണ്ടായിരുന്ന വലിയ തുകകൾ പെട്ടെന്ന് തന്നെ തിരികെ ലഭിക്കും. മുൻപ് നഷ്ടത്തിൽ കലാശിച്ചിരുന്ന കർമ്മമേഖലകൾ പൂർണ്ണമായും ലാഭത്തിലേക്ക് വഴിമാറും. പുതിയ കർമ്മമേഖലകൾ കണ്ടെത്തുവാനും അവിടെയൊക്കെ വലിയ വിജയം കൈവരിക്കുവാനും സാധിക്കും. കൂട്ടുകച്ചവടത്തിലും പങ്കാളിത്ത ബിസിനസ്സിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പരസ്പര ധാരണയോടെ വലിയ ലാഭം കൊയ്യാൻ സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് അർഹമായ സ്ഥാനക്കയറ്റവും പദവികളും സ്ഥാനമാറ്റങ്ങളും ലഭിക്കുന്നതാണ്. രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉയർന്ന അധികാര പദവികളിൽ പ്രവേശിക്കാനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഒരുങ്ങും. വിദേശത്ത് തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശ ധനം കൈവശമെത്താൻ കാത്തിരിക്കുന്നവർക്കും ഈ വ്യാഴസ്ഥിതി അതീവ പ്രയോജനകരമാണ്. മാധ്യമരംഗം, നിയമം, അധ്യാപനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ആശയവിനിമയ ശേഷി വർദ്ധിക്കുന്നത് വഴി വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. കുടുംബവും ബന്ധങ്ങളും. കുടുംബജീവിതത്തിൽ അതീവ സന്തോഷവും സമാധാനവും ഐക്യവും പുലരുന്ന സുവർണ കാലഘട്ടമാണിത്. ദാമ്പത്യ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാവുകയും ഇണയുമായുള്ള പരസ്പര വിശ്വാസവും തെറ്റിദ്ധാരണകളും ഇല്ലാതാവുകയും ചെയ്യും. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് വലിയ നേട്ടങ്ങൾക്ക് കാരണമാകും. അഭിപ്രായ വ്യത്യാസങ്ങളാൽ അകന്നുകഴിഞ്ഞിരുന്നവരോ ബന്ധം വേർപിരിയാൻ കാത്തിരുന്നവർ പോലും പരസ്പരം ഒന്നിച്ചു മുന്നോട്ടു പോകാൻ തക്കവണ്ണം അനുകൂലമായ സാഹചര്യങ്ങൾ സംജാതമാകും. ലൈഫ് സ്റ്റൈൽ. പങ്കാളിയിലൂടെ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ യോഗമുണ്ട്. അവിവാഹിതരായ ജാതകർക്ക് അനുയോജ്യമായ വിവാഹാലോചനകൾ ഒത്തുവരികയും പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് വിവാഹ ജീവിതത്തിലേക്ക് വഴിമാറുകയും ചെയ്യും. സഹോദരങ്ങളുമായി മധുരമുള്ള ബന്ധം പുലർത്താൻ സാധിക്കുന്നതിനൊപ്പം ആവശ്യഘട്ടങ്ങളിൽ അവരിൽ നിന്നും വലിയ സഹായങ്ങൾ പ്രതീക്ഷിക്കാം. മക്കളുടെ വിജയങ്ങളിൽ സന്തോഷിക്കാൻ സാധിക്കുന്നതിനൊപ്പം കുടുംബത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കാനും യോഗമുണ്ട്. വീട് പുതുക്കി പണിയുന്നതിനും വാഹനം വാങ്ങി ഭാഗ്യം കൈവരുന്നതിനും ഈ സമയം ഉചിതമാണ്. ആരോഗ്യവും മാനസികാവസ്ഥയും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ദീർഘനാളായി നിലനിന്നിരുന്ന ആശങ്കകൾക്കും വലിയ തോതിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾക്കും കൃത്യമായ ശമനമുണ്ടാകും. ആശുപത്രിവാസങ്ങൾക്കോ ശസ്ത്രക്രിയകൾക്കോ നേരിയ സാധ്യത കാണുന്നുണ്ടെങ്കിലും സ്വീകരിക്കുന്ന ചികിത്സകൾ അതിവേഗത്തിൽ ഫലപ്രദമായി രോഗമുക്തി നൽകും. ശരീരത്തിന് പുതിയ ആയുസ്സും ആരോഗ്യവും വീണ്ടെടുക്കാൻ സാധിക്കും. വ്യാഴത്തിന്റെ ശുഭദൃഷ്ടി ജന്മരാശിയിൽ പതിക്കുന്നതിനാൽ ശാരീരിക സുഖവും മുഖപ്രസാദവും ആത്മവിശ്വാസവും വർദ്ധിക്കും. ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള മാനസിക ധൈര്യവും കാര്യശേഷിയും ശക്തമാകും. മനസ്സിന് കൂടുതൽ ശാന്തത കൈവരുന്നതിനാൽ ബിസിനസ് സംബന്ധമായ വിനോദപരമായും ദീർഘദൂര തീർത്ഥാടന യാത്രകൾ നടത്താനും അതുവഴി മാനസികമായ ഉല്ലാസം കണ്ടെത്താനും ജാതകർക്ക് സാധിക്കും. ധനധാന്യ വസ്ത്രാഭരണ ലാഭവും ഉത്തമ ഭക്ഷണ സമൃദ്ധിയും മാനസിക സംതൃപ്തിക്ക് കാരണമാകും. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ അനുകൂലമായ കാലയളവിൽ കാര്യങ്ങൾ കൈവരുമ്പോൾ ജാതകർ കർമ്മരംഗത്ത് കൂടുതൽ വിനയത്തോടെ പെരുമാറാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഔദ്യോഗിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചെറിയ രീതിയിലുള്ള സ്ഥാനമാറ്റങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും അതിൽ അസ്വസ്ഥരാകാതെ ക്ഷമയോടെ മുന്നോട്ടു പോകണം. പുതിയ ബിസിനസ് പദ്ധതികൾ ആരംഭിക്കാൻ അനുകൂല സമയമാണെങ്കിലും പങ്കാളിയുമായോ കൃത്യമായ ആശയവിനിമയം നിലനിർത്താൻ ശ്രദ്ധിക്കണം. വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഗവേഷണങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നവർക്കും ഈ സമയം അതീവ ശുഭകരമായതിനാൽ തങ്ങളുടെ ശ്രമങ്ങൾ ഊർജ്ജസ്വലമാക്കണം.
പാഴ്ചെലവുകൾ കുറയ്ക്കാനും സാമ്പത്തിക അച്ചടക്കം പാലിക്കാനും സാധിക്കുമെങ്കിലും പുണ്യപ്രവർത്തനങ്ങൾക്കായി ധനം വിനിയോഗിക്കുന്നത് വ്യാഴത്തിന്റെ ശുഭബലം വർദ്ധിക്കാനും സഹായിക്കും. ശനി 3-ാം ഭാവത്തിൽ അനുകൂലമാണെങ്കിലും ഈശ്വരാധീനം പൂർണ്ണമായി നിലനിർത്താൻ പതിവ് പ്രാർത്ഥനകൾ മുടങ്ങാതെ അനുഷ്ഠിക്കേണ്ടതുണ്ട്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212